ഹിമാലയത്തിന്റെ നെറുകയിൽ മേഘങ്ങൾക്ക് മുകളിൽ സ്വന്തം സാമ്രാജ്യം തീർത്തവർ. വെൽക്കം ടു സിക്കിം. അപ്പൊ നമ്മള് ഫൈനലി ഗാങ്ടോക്കിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. ഇപ്പൊ നൈറ്റ് ആണ്. അവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിസിബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല നിലവില്. അതായത് ഓവർനൈറ്റ് ആണ് നമ്മൾ ഗാങ്ടോക്കിലേക്ക് റൈഡ് ചെയ്യുന്നത്. നമ്മൾ ഏർലി മോർണിംഗ് ഞാൻ അവിടെ എത്താനുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഞാൻ അരമ്പു എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാര്യങ്ങളെല്ലാം ക്രോസ് ചെയ്തു. ഈ എൻഡ് റൂട്ട് ഗാങ്ടോക്ക്. ഇനിയിപ്പോ 41 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഗാങ്ടോക്കിലേക്ക്. ഓവർനൈറ്റ് ആണ് റൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഷോപ്പ് കണ്ടു ഓൺ ദ വേ. അത് ഇവിടുത്തെ ഷോപ്സ് എല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. സോ ഫൈനലി അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു സിക്കിം കാര്യങ്ങളെല്ലാം വരണമെന്നുള്ളത്. ബൈക്കിൽ വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇത് ബൈക്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും എൻ്റെ ഈ ക്ലാസിക് 350 വരാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. ആൻഡ് അങ്ങോട്ട് വേറൊരു സൈഡാണ്, കറക്റ്റ് എനിക്ക് അറിയില്ല. ആൻഡ് ഇതൊരു ബോർഡർ ഏരിയ കാര്യങ്ങളാണ്. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ അവിടെ ഒരു സിക്കിമിൻ്റെ ഒരു അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി നൈറ്റ് വ്യൂ. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. അതായത് അവിടെ ഒരു ശിവന്റെ ഒരു സ്റ്റാറ്റ്യൂ പ്രതിമ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നൈറ്റിലുള്ള വിഷുകളാണ്. ഡെയിലി എന്താണെന്ന് എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ മൈ സിക്കിം പ്രൈഡ് എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓവർനൈറ്റ് ആണ്. ഇപ്പൊ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഞാനിപ്പോ സിക്കിമിൽ ലാൻഡ് ചെയ്തപ്പോ. ഇതിന്റെ കറക്റ്റ് ഒരു വ്യൂ എനിക്ക് അറിയില്ല. മോർണിംഗിൽ വന്നിട്ട് ഇതിന്റെ ഒരു പിക്ചർ കാര്യങ്ങൾ എടുക്കണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ. ഇപ്പൊ എനിക്ക് ആദ്യം വേണ്ടത് ഒരു ഫിഗർ ഔട്ട് ചെയ്യണം. ടെന്റ് കാര്യങ്ങളെല്ലാം പിച്ച് ചെയ്യാനായിട്ടുള്ളൂ. ഇവിടെ ഒട്ടും സെറ്റല്ല. അപ്പൊ നമുക്കൊരു ടെന്റ് പിച്ച് ചെയ്യണ സ്പോട്ട് കാര്യങ്ങളെല്ലാം ഫൈൻഡ് ചെയ്യണം. ഇതാണ് കറന്റ്ലി ഉള്ള വ്യൂ കാര്യങ്ങളെല്ലാം സിക്കിം മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഫ്രണ്ടില്. ഇപ്പൊ ഇവിടെ നിൽക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കണം. സോ റെസ്റ്റോറന്റ് എല്ലാം ക്ലോസ് ആണ്, ഷട്ട് ഡൗൺ ആണ്. അപ്പൊ പോണ വഴിക്ക് വന്ന വഴിയില് ഒരു റെസ്റ്റോറന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കണം. അവിടെ പോയിട്ട് ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ടെന്റ് പിച്ച് ചെയ്യാനുള്ള സ്പോട്ട് കാര്യങ്ങൾ നോക്കണം. ഇനി മുമ്പോട്ട് എന്താണെന്ന് എനിക്കറിയില്ല. മുമ്പോട്ട് എനിക്ക് പോകാനൊട്ടും പ്ലാനില്ല. ഇപ്പൊ ഏകദേശം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ തിരിച്ച് വന്ന വഴി തിരിച്ച് പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ടെന്റ് പിച്ച് ചെയ്യണം. നോക്കാം ടെന്റ് പിച്ച് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് കിട്ടുമെന്ന് അറിയില്ല. നോക്കേണ്ടി വരും, തപ്പേണ്ടി വരും നൈറ്റ്. ഇപ്പോ ബൈക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു കാണുന്ന പെട്രോൾ ബങ്ക്, ഇത് ഗാങ്ടോക്കിലേക്ക് പോണ വഴിക്കുള്ള ഒരു പെട്രോൾ ബങ്കാണ്. ഈ ഒരു സ്പോട്ടിലാണ് ടെന്റ് കാര്യങ്ങളെല്ലാം പിച്ച് ചെയ്യാൻ പോണത്. ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി ഭാഷ മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അതായത് ഉറങ്ങാനാന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കഴിഞ്ഞപ്പോൾ പുക വലിക്കാന കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ടെന്റ് പിച്ച് ചെയ്തോളാൻ പറഞ്ഞു. ബൈക്ക് കാര്യങ്ങൾ അവിടെ ആ സൈഡിൽ പാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നൈറ്റ് ടെന്റ് പിച്ച് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ടെന്റ് പിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു വീഡിയോ ടൈം ലാപ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടു. മോർണിംഗ് ഫ്രം നിയർ ബൈ ഗാങ്ടോക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 38 കിലോമീറ്റർ ഉണ്ട് ഗാങ്ടോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പെട്രോൾ ബങ്കിൽ നിന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഗാങ്ടോക്കിലേക്ക് പോകണം. അവിടെ ഗാങ്ടോക്ക് ഒന്ന് കാട്ടിലെല്ലാം കറങ്ങിയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പെർമിറ്റ് കാര്യങ്ങളെല്ലാം നോക്കണം, എന്താണെന്ന് അറിയില്ല.
17,000 കിലോമീറ്റർ താണ്ടി വന്നിട്ട് 17,500 കിലോമീറ്റർ ആണ് താണ്ടി വന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ സിക്കിമിലാണുള്ളത്. സിക്കിമിന്റെ ടൂറിസം ഓഫീസിലാണുള്ളത്. അതായത് 54 കിലോമീറ്റർ ഉണ്ട് നാത്തുല പാസ് പോവാനായിട്ട്. അതായത് ചൈന ബോർഡറിലേക്കാണ് പോകേണ്ടത്. അതായത് ഇത്രയും കിലോമീറ്റർ താണ്ടി വന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് 54 കിലോമീറ്റർ മാത്രം പോകാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. അതായത് ഒരു സർക്കിൾ ലൂപ്പാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് നേരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നാത്തുല, അവിടുന്ന് സുലുക്ക് വാലി, റൺപൂ എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം 150 സംതിങ് 170 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ലൂപ്പ് കാര്യങ്ങളെല്ലാം. ഇത്രയും കിലോമീറ്റർ 17,000 കിലോമീറ്റർ താണ്ടി വന്നിട്ട് ഈ ഒരു 100 കിലോമീറ്ററും ഈ ഒരു 54 കിലോമീറ്ററോ അല്ലെങ്കിൽ 54 അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററോ കാര്യങ്ങളൊന്നും പോകാൻ പറ്റാണ്ട് തിരിച്ച് താഴേക്ക്, അതായത് തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. കുറെ പേര് ഞാൻ സംസാരിക്കുന്നതിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാറുണ്ട്. എൻ്റെ ടോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അത് എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ നിൽക്കണ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും റൈഡ് പോകുമ്പോൾ മറ്റേതാണ് ഇതാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇത്രയും കിലോമീറ്റർ താണ്ടി വന്നിട്ട് വെറും ഒരു 54 കിലോമീറ്റർ മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സീന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഇതാണ്. This one is a Chinese fender mudguard. Yeah, something like that. Clamp to fit that. നാത്തുല പാസ് പോകാനായിട്ടുള്ള പെർമിറ്റിന്റെ ടാസ്കിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾക്ക് നേപ്പാളിൽ എന്താണോ അവസ്ഥ കിട്ടിയത് അതേ സെയിം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു ഏജന്റ് മുഖാന്തരം ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടില്ലെന്ന് അറിയില്ല. ഇന്നിപ്പോ സമയം ഏകദേശം 1 മണി 1:30 2 മണിയൊക്കെ. ഇപ്പൊ എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല മുകളിലേക്ക്. 55 കിലോമീറ്റർ ഉള്ളെങ്കിലും ഈസി അല്ല പോവാനായിട്ട്. ഹലോ hello sir, I want to go towards Nathula Pass. Hello, what do you say? Hello? Oh God. You back to phone number. This can use registered. This is a It's possible that way. sir, if this bike is in my name, how much would be for the permit? 1,800 for the permit. You can, if you don't have your name registered in this bike, no you Can you ask, the call is not cut I think. Can you ask like if the bike is in my name, Hello? how much will be? It's impossible. Yeah, well, if the bike is in your name. Yeah. Hello? 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 Who's that? Okay. Call him again. मेरा बाइक है ना, मेरा नाम मत I can go. No, if it was registered in my dad. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും ട്രൈ ചെയ്ത് നോക്കി. വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ ഒരു പോയിന്റ് ഇവിടെ നിന്നാണ് റെസ്പെക്റ്റഡ് ഏരിയ കാര്യങ്ങളെല്ലാം PAP അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി താണ്ടി എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇത് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്, ലൈക്ക് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് യൂട്ടേൺ അടിക്കുകയാണ്, തിരിച്ച് ഫുൾ ഓൾ ദ വേ ഡൗൺ ടുവേർഡ്സ് കൊൽക്കത്ത. ഇത്രയും ദൂരം വന്നിട്ട് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഒരു 54 സംതിങ് കിലോമീറ്ററിൽ അടുത്ത് ചൈന ബോർഡർ ഒരു പാസ് നാത്തുല പാസ്, അവിടേക്ക് പോകാൻ പറ്റാണ്ട് തിരിച്ചു പോകുന്ന ഒരു സീനാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം. ഇവിടെ ലൈക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് നാത്തുലയിലേക്ക് പോകാൻ പറ്റുക. ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റ് ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15th മൈൽ Tosmungo Lake, Nathula, Shaitang, New Barminder, Kupus. ആദ്യം പെട്രോള് ഫില്ല് ചെയ്യണം. 7 ലിറ്റർ പെട്രോള് ഫില്ല് ചെയ്യണം. 101 രൂപയാണ്. 101.55 രൂപ പെട്രോളിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം വരുന്നത്. പെട്രോള് ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. ഇപ്പോൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. Where are you from?
I'm from Kerala. I'm from Kerala. Yeah. Yeah, solo ride. So where you are going? Sorry? Changu? No, no. I don't know. Hmm? I didn't understand. So where you are going? You're from Gangtok? Daisy. You're going to for a tour? You're going for a tour? Okay. Yeah, I'm heading towards a Kalimpong. No. Coming from Gangtok, going towards Kalimpong. This way not possible. Huh? हाँ. Closed. Okay. Huh? I'm coming from Gangtok. Nothing to do in Gangtok. I want to go to Nathula. അങ്ങനെ ഗാങ്ടോക്ക് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് കൊറംബോ ബോർഡർ കാര്യങ്ങളെല്ലാം ക്രോസ് ചെയ്തു. ലൈക്ക് സിക്കിം ബോർഡർ എല്ലാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 76 കിലോമീറ്റർ ഉണ്ട് സിലിഗുരി കാണിക്കുന്നത്. അറിയില്ല, 76 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയൊരു കിലോമീറ്റർ ആണ്. പക്ഷേ റോഡിന്റെ സ്ഥിതി കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഒരു പിടുത്തമില്ല. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. വരുന്ന വഴിക്ക് വെള്ളം കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ ഒത്തിരി പാടായിരിക്കും. അറിയില്ല. ഇപ്പൊ ഞാൻ അവിടെ ഒരു ലേഡി ഒരാളെ കണ്ടു. അപ്പൊ ആള് പറഞ്ഞത് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, റോഡ് ബ്ലോക്കാന്ന് പറഞ്ഞത്. എന്തായാലും പോയി നോക്കണം ഈ വഴിക്ക്. അറിയില്ല, പോയി നോക്കിയിട്ട് എന്താണ്. എനിക്ക് കാലത്ത് ചായ കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ചായ ഒരു മാഗി കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഹോൾട്ട് ചെയ്തേക്കാണ്. കുറച്ച് ചുറ്റിനും മരങ്ങളാണ്. അപ്പുറ സൈഡ് മൊത്തം മരം, ഇപ്പുറ സൈഡ് മൊത്തം ഒരു പുഴ കാര്യങ്ങളാണ്, ടിസ്സാ റിവർ കാര്യങ്ങൾ. ഇവിടെ ബ്രേക്ക് ചെയ്തേക്കാണ്. വണ്ടി കാര്യങ്ങളവിടെ ഉണ്ട്. ഇതാണ് ഷോപ്പ് കാര്യങ്ങളെല്ലാം. ഈ കാണുന്നതാണ് പുഴ കാര്യങ്ങളെല്ലാം. സിക്കിമിലേക്കുള്ള ട്രിപ്പ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം മൺസൂൺ ടൈമിലുള്ള ഒരു ട്രിപ്പ്, സോളോ ട്രിപ്പ് അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു ട്രിപ്പ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. മൺസൂണിൽ സിക്കിമിലേക്ക് മാക്സിമം ട്രാവൽ ചെയ്യാണ്ടിരിക്കുക. പല ടെറൈനും പല ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒത്തിരി അപകടം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കാം. സിറ്റുവേഷൻ കിട്ടി. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളെല്ലാം റൺ ഔട്ടായി. എഞ്ചിൻ ഓയിൽ മൊത്തത്തിൽ കുറഞ്ഞു ലോ ലെവലാണ് ഇപ്പോൾ. അത് കാരണം കുപ്പിയിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹീറ്റ് കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ ഓടിക്കുക, അരമണിക്കൂർ നിർത്തുക, അരമണിക്കൂർ ഓടിക്കുക. ആ ഹില്ലാണ് മൊത്തത്തിൽ സ്റ്റീപ്പായിട്ടുള്ള ഹില്ല്. അപ്പോൾ അധികം പുഷ് ചെയ്യാൻ പറ്റില്ല. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഹെഡ് അടക്കം ബ്ലാസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം പതുക്കെ പോകാനേ പറ്റുള്ളൂ. ഇനി ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ പോയാലാണ് ഓയിൽ കാര്യങ്ങളെല്ലാം റീഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മലയാളം മൊത്തത്തിൽ ഓയിൽ ഡ്രൈൻ ആയിട്ട് ഫുൾ വറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാസ്റ്റ് ഉള്ള ഔട്ട്പുട്ട്. കുറച്ചും കൂടി നമ്മൾ ഓടിച്ചായിരുന്നെങ്കിൽ ലോക്കായി പിസ്റ്റൺ എല്ലാം ബ്ലാസ്റ്റ് ആയിട്ട് പണി കിട്ടിയാണ്. ഈ ഒരു എപ്പിസോഡ് കാര്യങ്ങളെല്ലാം ഇവിടെ വൈഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ സീ യു ഓൺ ദ റോഡ് ഫോക്സ്. നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.